വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇലക്ട്രോ മറൈൻ മനിയ. ഓസ്ട്രിയയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വൽ ഡെസ്റ്റിനേഷൻ സ്ലൊവേനിയയിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്. ജർമ്മനിയിലെത്തിയപ്പോൾ തന്നെ ഓൾറെഡി സമയം വളരെയധികം ലേറ്റാണ്. അപ്പോഴുണ്ടായ ഒരു മഴയുടെ ഒരു ദൃശ്യമാണിത്. ആക്ച്വലി ഇത് ഹെയിൽ ഫോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഠിനമായ ഒരു മഞ്ഞ് വീഴ്ച ഞാനാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദൂരം ഏകദേശം പിന്നിട്ട് കഴിഞ്ഞു. ഇനി നമുക്കുള്ള ഡെസ്റ്റിനേഷൻ 546 കിലോമീറ്ററുണ്ട്. വഴിയിൽ കാണുന്ന ആ കാഴ്ച കൊണ്ട് വലതുവശമൊത്തം ട്രെയിലറുകളും ട്രക്കുകളും നിറഞ്ഞിരിക്കുന്ന ആ ഇടയ്ക്കാണ് നമുക്ക് ഒരു അലാം കിട്ടിയത്. അതായത് വണ്ടിയുടെ അഡാസ് ഫീച്ചേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഓഫായിരിക്കുകയാണ്. നിങ്ങൾ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തോ കൺട്രോൾ ചെയ്തോ ഇങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ലൈറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ. സുപ്രഭാതം. രാവിലെ നല്ല ഒരു കാഴ്ചയോടെ തന്നെ വീണ്ടും യാത്ര തുടർന്നു. വഴിയിൽ ഏകദേശം ഒരു 4 മണിക്കൂറോളം വിശ്രമിക്കുകയുണ്ടായി. 4 മണിക്കൂർ നല്ല റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് വണ്ടി ഓടിക്കാറ്. പോകുന്ന വഴിയിലുള്ള പാടശേഖരങ്ങൾ, മനോഹരമായ ദൃശ്യചാരുതകൾ ഒക്കെ കണ്ടുകൊണ്ട് ആൽപ്പൻ മൗണ്ടൻസ്, വലതുവശത്ത് ഓസ്ട്രിയ, അതെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മൾക്കുള്ള സ്പീഡിംഗ് ആണ് ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സാൽസ്ബുർഗിലേക്കാണ് ഏകദേശം ടച്ച് അപ്പ് ചെയ്യുന്നത്. നമുക്കുള്ള ടൊയോട്ടയുടെ റൂട്ട് മാപ്പാണിത്. എക്സാക്ട്ലി ആ ബോർഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. So we are entering into Austria. So we will be very short while we will be in the Austria border. Another touring spot, GR. Meters, heading sharply right at the roundabout. Take first exit onto Wallenbergstraße. ഒരു ഇൻസൈഡ് ബിൽഡപ്പ് ഏരിയയാണിത്. അപ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. ചിലയിടത്ത് റൈറ്റ് ബിഫോർ ലെഫ്റ്റ് റൂൾ അപ്ലൈഡ് ആണ്. 30 കിലോമീറ്റർ താഴെയാണ് റൈറ്റ് ബിഫോർ ലെഫ്റ്റ് റൂൾസ് അപ്ലൈഡ്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ പ്രയോറിറ്റി റോഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടതും റൈറ്റിലുള്ള വണ്ടിയെ കടത്തിവിടേണ്ടതാണ്. ഇവിടെ റൈറ്റ് ബിഫോർ ലെഫ്റ്റ് റൂൾ അപ്ലൈഡ് അല്ല. കാരണം ഇതൊരു 50 km/h വേഗതയിൽ ഒഴിക്കുന്നുള്ള വഴിയാണ്. ഇൻസൈഡ് ബിൽഡപ്പ് ഏരിയയിലുള്ള ഒരു വഴി. മുന്നോട്ട് പോകുന്തോറും പർവ്വതങ്ങൾ, മലനിരകൾ, ആൽപ്സിൻ്റെ കോടേറിയ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. വളരെ വൃത്തിയും വെടിപ്പുമുള്ള വീടുകൾ അടുക്കി പുറക്കി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ നിരത്തി. വളരെ മനോഹാരിതകൾ, ഒന്നും തന്നെ പറയാനില്ല. ചെറിയൊരു മഴക്കോളുമുണ്ട്. ഇന്നത്തെ ദിവസം മഴക്കോളുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളി വേണം നമുക്ക് കൂടി ഡ്രൈവ് ചെയ്തു പോകാൻ. സ്ലൊവേനിയയിലെ ലുബ്ലിയാനയിലേക്കാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. അടുത്ത് തന്നെ മനോഹരമായ കുറേ കോട്ടകളും മറ്റ് ടൂറിസ്റ്റ് പ്ലേസുകളുമുണ്ട്. പക്ഷേ ലുബ്ലിയാനയിലേക്ക് വളരെയധികം ദൂരമുണ്ട് ഇനിയും. കാരണം രാത്രി മൊത്തം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഹെയിൽ ഫാളൊക്കെ ഉണ്ടായത്. അപ്പോൾ തന്നെ വണ്ടി സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി നമ്മൾ ഉറങ്ങാൻ കാരണമായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലേറ്റായിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡെസ്റ്റിനേഷൻ സമയം ഏകദേശം രാവിലെ ആയിരുന്നു നമ്മൾ സ്ലൊവേനിയ എത്തേണ്ടിയിരുന്നത്. ഓസ്ട്രിയൻ ബോർഡറും സ്ലൊവേനിയയുടെ ബോർഡറും ഏകദേശം വെളുപ്പിലേക്ക് കടക്കേണ്ടായിരുന്നു. ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ് അല്ല, സൂപ്പർ ഡീലക്സ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മിന്നൽ. എന്നിരുന്നാൽ തന്നെ നമ്മളിപ്പോൾ ഓസ്ട്രിയയുടെ തുരങ്കത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു സൈഡിലേക്ക് തന്നെ ഏകദേശം ഇപ്പോൾ നമ്മൾ 6.5 കിലോമീറ്റർ ഈ തുരങ്ക ആൽപ്പനിനുള്ളിലൂടെ നമ്മൾ ഏകദേശം പിന്നിട്ട് കഴിഞ്ഞു. 6.5 7.5 എന്നെനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. ബോർഡ് ഉണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റും. ഈ തുരങ്കത്തിനുള്ളിൽ തന്നെ എക്സിറ്റ് പാതകളും ഫയർ വെന്റിലേഷനുകളൊക്കെ ഉണ്ട്. ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മളെ വണ്ടി ചാവി
അതിലിട്ട് വണ്ടി ഓഫ് ചെയ്ത് നമ്മൾ ഉടനെ തന്നെ ഫയർ എക്സിറ്റിൽ കൂടെ എക്സിറ്റ് ആവണം. അതാണ് വേണ്ടുള്ളത്. വണ്ടി കറക്റ്റ് സ്ഥലങ്ങളിൽ അവർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീംസ് എത്തിച്ചോളും. യാതൊരു തരത്തിലുള്ള പേടിയും ആവശ്യമില്ല. പ്രകൃതി ഭംഗികളെ ആസ്വദിച്ച് പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിക്കണം. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒതുക്കി ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാം എന്നുള്ള ധാരണയിലാണ്. നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗ ആണ്. മാത്രമല്ല ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 600 രൂപ, ഏകദേശം 6 യൂറോയോളം ചിലവുള്ളൂ. 7 യൂറോ 8 യൂറോ പല രീതിയിലുള്ള പല കമ്പനിയുടെ ഗ്യാസ് ബോട്ടിലുകൾ അവൈലബിൾ ആണ്. ചെറിയ ടിൻ സ്പ്രേ അത്രയുള്ള ക്യാനിലാണ് ഗ്യാസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതാകുമ്പോൾ വളരെ സേഫാണ്. ഏകദേശം വണ്ടിയിലൊക്കെ വെച്ച് ട്രാവൽ ചെയ്യാനൊക്കെ അലൗഡുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്യാസ് ബോട്ടിലും പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗവാണ് നമ്മൾക്കുള്ളത്. വളരെ ചിലവ് കുറഞ്ഞ ഒരു മാധ്യമമാണിത്. നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ ഏറ്റവും പറ്റുന്ന സ്ഥലങ്ങൾ, അനുയോജ്യമായ സ്ഥലങ്ങളിൽ നമ്മൾ നിർത്തിയിട്ട് നമ്മൾ കുക്ക് ചെയ്യും. ഇപ്പോൾ ഓസ്ട്രേലിയ ബോർഡാണ് കണ്ടത്. സൈറ്റ് സീയിങ് കാണണമെങ്കിൽ ഇങ്ങനെ തന്നെ കാണണം. എങ്കിൽ മാത്രമേ ഓസ്ട്രിയ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിൽ ആവത്തുള്ളൂ. നേരിട്ട് കാണുന്ന ആ ഒരു പ്രതീതി ഒരിക്കലും ക്യാമറയിലൂടെ നമുക്ക് ഒപ്പി കാണിക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെ മാക്സിമം ഇലക്ട്രോ മറൈൻ മാനിയ ഈ യാത്രയിലുടനീളമുള്ള റോഡുകൾ, സൈഡിലുള്ള വഴികൾ കാണിക്കും. കാരണം നമ്മൾ വിദേശത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്കും ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളും പ്രവാസികളാണ്. അപ്പോൾ നമ്മൾ ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കാണുന്നത് അത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് അവർക്ക് കാണത്തക്ക രീതിയിൽ എത്തിക്കുക എന്നുള്ള ഒരു ബോധത്തോടെയാണ് ഞാൻ ഈ ഒരു വഴിയുടെ വീഡിയോകളൊക്കെ എടുക്കുന്നത്. അല്ലാതെ സാധാരണ ഒരു യൂട്യൂബ് ചാനൽ പോലെ ആ ഒരു പ്രത്യേക ഏരിയകളെല്ലാം കട്ട് ചെയ്ത് ഷോർട്ടാക്കി അത് മാത്രം കാണിച്ച് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ഒരു താല്പര്യം എനിക്കില്ല. കാരണം ഞാനൊരു റൈഡറാണ്. ഞാനൊരു കാറ് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഡ്രൈവിങ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണോ വണ്ടി ഓടുന്നത് ആ ഒരു പാറ്റേണിൽ തന്നെ ആൾക്കാർക്ക് ഫീലിംഗ് കിട്ടുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇത്തരത്തിലുള്ള പ്രത്യേക നിർമ്മിതികളിൽ മാത്രമേ പാർക്ക് ചെയ്യാവൂ. അതുമാത്രമല്ല നമ്മുടെ കാറിൻ്റെ ഏകദേശം സൈഡ് വശം എന്ന് പറയുന്നത് ഷോൾഡർ ലൈനിൽ നിന്നും 3.5 മീറ്റർ മാറി വേണം കിടക്കാൻ. 3.5 മീറ്ററിന് മാറി കിടന്നില്ലെങ്കിൽ നമുക്ക് ഫൈൻ ഈടാക്കും. ഈ റോഡുകളിൽ പലതും ഓട്ടോബാൻ അവോയ്ഡ് ചെയ്താണ് പോകുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണയും കരുണാശങ്ങൾ കൊണ്ട് ഓസ്ട്രിയ ബോർഡർ നമ്മൾ താണ്ടി ഓസ്ട്രിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോബാൻ എന്ന് പറയുന്നത് എക്സ്പ്രസ് ഹൈവേ ആണ്. സ്പെഷ്യൽ മോട്ടോർ വേസ് ആണ്. മിനിമം സ്പീഡ് 130. ഏകദേശം ജർമ്മനിയിൽ നമുക്ക് അൺലിമിറ്റഡ് സ്പീഡ് വന്നു കഴിഞ്ഞാൽ 300 ഉണ്ടെങ്കിൽ അവനെ 300 km/h വണ്ടി അത്രയ്ക്കും സ്പീഡിനായിട്ടുള്ള ട്രാഫിക്കാണ്. പക്ഷെ നമ്മൾ ഓട്ടോബാൻ അവോയ്ഡ് ചെയ്തിട്ട് ഔട്ട്സൈഡ് ബിൽഡപ്പ്, ഇൻസൈഡ് ബിൽഡപ്പ് ഏരിയ, സ്പെഷ്യലി ട്രാക്ക്ഡ് ആയിട്ടുള്ള റോഡുകളാണിത്. ഒരു പഴയ കാല നിർമ്മിതികളായിരുന്ന പഴയ റോഡുകളാണിത്. മേളത്തെ റോഡിന് ടോൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം ഏറ്റവും ബെസ്റ്റ് റോഡാണിത്. ഹൈബ്രിഡ് സിസ്റ്റമുള്ള കാറുകൾക്കും പ്ലഗ്-ഇൻ ഹൈബ്രിഡ്, മൈൽഡ് ഹൈബ്രിഡ്, മൈക്രോ ഹൈബ്രിഡ് വണ്ടികൾക്കെല്ലാം പറ്റിയ റോഡാണിത് കേട്ടോ. മാത്രമല്ല ഡീസൽ വണ്ടികൾക്കെല്ലാം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോബാനിൽ കൂടി പോകുന്നതാണ് ഡീസൽ വണ്ടികൾ. പക്ഷേ ടോളിൻ്റെ ഒരു എക്സ്പെൻസ് കൂടുതൽ കാരണമാണ് നമ്മൾ താഴെ കൂടി പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഡ്രൈവർ മാറി, പകരം വൈഫാണ് ഓടിക്കുന്നത്. എനിക്ക് കുറച്ച് നേരം റെസ്റ്റാണ്. ബെർഗ്ബാനൻ കാസ്റ്റ്ബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ മാനുകളുടെ ഒരു ചാകര തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഹണ്ടിങ് ഒന്നും ഇവിടെ അലോടില്ല. പക്ഷേ ഐസുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ സ്പെഷ്യൽ പോൾസുകൾ വെച്ചിട്ടുണ്ട്. വണ്ടിയിൽ പോകുന്ന സമയത്ത് ആ ഒരു പോളിൻ്റെ അടുത്ത് വരെ ഐസ് വരുവാണെങ്കിൽ നമുക്കത് അറിയാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ പോൾസുകൾ വെച്ചിട്ടുള്ളത്. അതായത് ഫോർത്തിൽ നിന്ന് ഫസ്റ്റിലേക്ക് ഇടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എന്ത് വേണം? എസ്സിലോട്ട് പിടിച്ചിട്ട് കണ്ടോ എൻജിൻ ബ്രേക്കിംഗ്. ഗിയർ എൻജിൻ ബ്രേക്കിംഗ് ചെയ്തു വേണം പോകാനെന്നുള്ള വാണിംഗ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻജിൻ ബ്രേക്കിംഗ് കമ്പൾസറിയാണ് നമ്മുടെ വണ്ടിക്ക്. അതിനെ പറ്റിയുള്ള സംബന്ധമായ ചർച്ചകളാണ് നടക്കുന്നത്.
ഓക്കെ, അതിനൊരു കാര്യം ചെയ്താൽ മതി സാലി. അവിടെ ഹൈബ്രിഡിനകത്ത് ബാറ്ററി റീചാർജ് ആവുന്നുണ്ടോ? ബാറ്ററി അവിടെ 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 ബ്ലൂ കാണുന്നില്ലേ? നല്ല റീചാർജ് ആവുന്നോ? ഫുള്ളാണോ? ഫുള്ള് കാണിക്കുന്നില്ല. ഓക്കെ, ഇത്തരം ഘട്ടങ്ങളിൽ ഈ ഇറക്കത്തിലൊക്കെ നമ്മളുടെ മാക്സിമം ഹൈബ്രിഡ് ബാറ്ററി ചാർജിങ്ങിലേക്ക് ആവുന്നു എന്ന് ഞാൻ നോക്കുന്നത്. കാരണം ഡ്രൈവർക്ക് മാത്രമാണ് ഗ്ലാസിന് മുന്നിൽ HUD എന്ന് പറയുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേ സിസ്റ്റം സംവിധാനം ഈ വണ്ടിയിലുണ്ട്. അത് നമുക്കിവിടെ ക്യാമറയിൽ കാണാൻ പറ്റില്ല. പക്ഷേ ഒരു ഡ്രൈവർക്ക് നമ്മുടെ വിൻഡ് ഷീൽഡിനുള്ളിൽ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒരു കുഞ്ഞ് TV പോലെ നമുക്ക് വിൻഡ് ഷീൽഡിൽ, അത് ഫ്രണ്ട് ഗ്ലാസ്സിൽ ഡ്രൈവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. ഡ്രൈവിംഗ് സീറ്റിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ചാർജിങ്ങിൻ്റെ സിസ്റ്റംസ് എല്ലാം ലഭ്യമാണ്. അതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിലെ ചാർജിങ് എന്ന് പറയുന്നത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംവിധാനം വഴിയാണ്. ഫാരഡേസ് ലാസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രിൻസിപ്പൽ തിയറി ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സംവിധാനമാണിത്. ബ്രേക്കിംഗ് അപ്ലൈ ആവുകയോ അല്ലെങ്കിൽ വണ്ടി സ്ലോ ഡൗൺ ആവുകയോ ചെയ്യുകയാണെങ്കിൽ ഉടനെ മോട്ടോർ ജനറേറ്റർ 1 MG1 MG2 ഇതിൽ 2 മോട്ടോർ ജനറേറ്ററുകളുണ്ട്. അപ്പോൾ MG1 ഉപയോഗിച്ചിട്ട് മോട്ടോറിൽ ഓടുകയും MG2 നിന്ന് ബാറ്ററി റീചാർജ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ റീജനറേറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ സീറ്റിനടിയിൽ ഹൈറ്റ് ബൈ ബാറ്ററി ഏകദേശം 300 വോൾട്ടേജ് DC ഉണ്ട്. അത് ചാർജായിട്ട് അത് ഇൻവെർട്ടർ കൺവേർട്ടർ യൂണിറ്റിലൂടെ ഏകദേശം കൂളിംഗ് എല്ലാം കഴിഞ്ഞ് ഇൻവെർട്ടർ കൺവേർട്ടറിലൂടെ DC കറങ്ങിനെ AC കറങ്ങാക്കിയിട്ട് നമ്മൾ 185 kW ഇൻഡക്ഷൻ മോട്ടറുണ്ട്. അപ്പോൾ മോട്ടർ ഉപയോഗിച്ച് വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റും. ഇതിൻ്റെ ഫുൾ ബാറ്ററിയിൽ നമുക്ക് 5 കിലോമീറ്ററാണ് ഓടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ട്രോങ് ഹൈബ്രിഡ് കാറാണ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. ഇതൊരു 13 കണ്ടറ പാലം അതേപോലെ ഇരിക്കുന്നത്. 13 കണ്ടറയല്ലത്, ഇത് 1000 ഉണ്ടല്ലേ പാലമാണല്ലേ? ഏറ്റവും വലിയ പാലമാണല്ലേ ലോകത്തിൽ വെച്ച് തന്നെ? യൂറോപ്പിലെ ഏറ്റവും വലിയ പാലമാണല്ലേ? അത് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഇത് യൂറോപ്പിലെ ഏറ്റവും പ്രത്യേകമാക്കിയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ പാലം എന്ന് പറയുന്നത്. ഒരുപാട് കൺട്രികളിലൂടെ കടന്നു പോകുന്ന ഒരു സൂപ്പർ ഡൂപ്പർ ഓട്ടോബാൻ എക്സ്പ്രസ് വേ ആണ് മേലിൽ കാണുന്നത്. ടോൾ അവോയ്ഡൻസിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ താഴെക്കൂടി പോകുന്നത് കേട്ടോ. കാരണം നല്ല ടോളുണ്ട്. നല്ല ടോളാന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റാണ്. അത് കാരണമാണ് നമ്മൾ താഴെക്കൂടി പോകുന്നത്. ഇത് ഇറ്റലി വരയ്ക്കും പോകാൻ പറ്റും. നല്ല സൂപ്പറായിട്ട് പോകാൻ പറ്റും മേലിൽ കൂടി. ഇൻ കേസ് ഓഫ് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഓട്ടോബാനിൽ കയറും. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ഓട്ടോബാനിലേക്ക് കയറിയിട്ട് ചില സ്ഥലങ്ങളിലൂടെ മാത്രം ഓടിച്ചിട്ട് ഇറങ്ങും. കാരണം പക്ഷേ നമുക്ക് ഒരു വ്യൂ കിട്ടണമെങ്കിൽ, നമുക്ക് നല്ല സൂപ്പർ ഡൂപ്പർ വ്യൂകൾ കിട്ടണമെങ്കിൽ താഴെ കൂടി ഓട്ടോബാൻ അവോയ്ഡ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഹൈവേ പണിയുന്നവർ ഇതൊക്കെ ഒന്ന് കാണുള്ളതാണ്. ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളിലും ഓരോ തൂണുകളിലൂടെ പൈപ്പ് ഉപയോഗിച്ച് വെള്ളം ഡ്രെയിൻ ചെയ്ത് ഈ ഒരു സൈഡിലുള്ള ജലധാരയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മേലിലുള്ള എല്ലാ പാലങ്ങളിലുള്ള എല്ലാ വെള്ളവും ഡ്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് വേറെ രീതിയിലും ഒരു അപകടമോ തെന്നലോ ഒന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും മാത്രമല്ല, ഇത് ഭാവിയിലൊരു പ്രശ്നങ്ങളോ തുരുമ്പോ ഒക്കെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രെയിനേജ് സംവിധാനം പാലത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വളരെ സൂപ്പറായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വർക്കാണ് അവിടെ നടക്കുന്നത്. സിവിൽ കൺസ്ട്രക്ഷൻസ്. ഇവിടെ കുറച്ച് റോഡുകളെല്ലാം മെയിൻ്റനൻസ് ഉണ്ട്, എല്ലാം റിപ്പയറിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ എല്ലാം പാച്ച് വർക്ക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. മേലിൽ കൂടി പോകുന്ന പാലത്തിൻ്റെ സൂപ്പറായിട്ട് അടിപൊളിയുണ്ടോ. സെറ്റ് തന്നെ. ഇങ്ങോട്ട് എങ്ങോട്ട് ലെഫ്റ്റ് പോയ സാൽസ്ബർഗ്, ഇങ്ങോട്ട് കേട്ടോ. ലെഫ്റ്റ് പോയ സാൽസ്ബർഗ് നമ്മളിവിടെ വന്നിട്ടുണ്ട് രാത്രി. ഓർമ്മയുണ്ടോ തനിക്ക്? ഓർമ്മയുണ്ടോ? ജർമ്മനിക്ക് പോകാൻ വേണ്ടിട്ട് ഇതേപോലെ അങ്ങോട്ട് ക്യാമ്പിങ്ങിന്റെ സ്ഥലം. ക്യാമ്പിംഗ് പ്ലേസ് കിട്ടുമെന്ന ധാരണയിലാണ് വീണ്ടും യൂട്ടേൺ അടിച്ച് പോകുന്നത്. പക്ഷേ ക്യാമ്പിങ്ങിനുള്ള ആ ഒരു സമയം കഴിഞ്ഞിരുന്നു. അതിനാൽ ക്യാമ്പിംഗ് ഫ്ലാറ്റ്സ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടുന്ന് പോകേണ്ടതായിട്ടുണ്ട്.
ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ക്യാമ്പിങ് ചെയ്ത് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് അടുത്ത ദിവസം ലുബ്ലിയാനയ്ക്ക് തിരിച്ചാനെ. അപ്പോൾ ആ ഒരു ക്യാമ്പിങ് പ്ലേസ് ക്ലോസ്ഡ് ആണ്. ഇതിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണുന്നതെന്ന് പറയുന്നത് വൈക്കോലുകൾ അത് ബണ്ടിലുകളാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് മെഷീൻ തന്നെ വെവ്വേറെ ആക്കിയതിന് ശേഷം ഇതിലുള്ള പുല്ലുകളെല്ലാം അതിനെ പ്രത്യേക രീതിയിൽ വൃത്തിയാക്കി ഇതിനെ പ്രത്യേക രീതിയിൽ റോൾ ചെയ്ത് അതിനെ റോളാക്കി വയ്ക്കുന്ന രീതിയാണ് കാണുന്നത്. ഇതിനെ പിന്നെ പ്ലാസ്റ്റിക്കിൽ റാപ്പ് ചെയ്ത് അത് കറക്റ്റ് പറഞ്ഞാൽ കന്നുകാലികൾക്ക് ഉപയോഗമായ രീതിയിൽ അവർ ശേഖരിച്ച് അത് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. Straight coming up. Then 200 meters later, left turn. സ്ട്രാസെ എൻ്റെ അല്ലേ ഇങ്ങനെയാണ് വഴി അവസാനിക്കുന്നതിൻ്റെ ലോകം എങ്ങനെയാണ് നമുക്ക് തലവരിച്ച് ടീ ഒല്ലി. പക്ഷെ ടീയുടെ അറ്റത്തൊരു Proceed on the current road. ഇന്തോനേഷ്യയിലെ കാമ്പിങ് എന്ന് പറയുന്നറിയോ? കാമ്പിങ് എന്ന് പറയും. ആടിനെ കാമ്പിങ് എന്ന് പറയുന്നത്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മേഘങ്ങളെല്ലാം ഉരുട്ട് കൂടുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. Left turn at the end of the road. Then right turn. ഇത്രയും വലിയ വളവായിരുന്നു ഇത്. ഓ അവിടുന്ന് അങ്ങോട്ടായിരുന്നല്ലേ? Next right. Then 300 meters later, left turn. Stop shit. നല്ല സ്ഥലം അല്ലേ? ലിഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാ. അബാൻ ഒരു തവണ പിടിച്ചിട്ടാ മതി. അല്പനേരം വിശ്രമം, കുറച്ച് ഫോട്ടോഗ്രാഫിയും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഒരു ഫയർ സ്റ്റേഷൻ്റെ സൈഡിൽ നിർത്തിയത്. കുറച്ച് നേരം ഒന്ന് നടുവൊക്കെ നിവർത്തി ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വിടുന്നു. മനോഹരമായിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള വ്യൂ ആണ് കിട്ടുന്നത്. വഴിയിൽ നമുക്കങ്ങോട്ട് പോകുമ്പോൾ കാണുന്നത് റെയിൽവേ സ്റ്റേഷനുകളാണ്. നമ്മുടെ നാട്ടിലെ കണക്കല്ല, അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് വേറെ ഒരു ടൈപ്പ് ഓഫ് കൾച്ചറാണ്. റെയിൽവേ സ്റ്റേഷനൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊക്കെ ഉണ്ടായിട്ടൊക്കെയാണ്. ഓവർ ഹെഡ് ലൈനാണുള്ളത്. 25,000 വോൾട്ടേജ് ആണെന്ന് അറിയാൻ വയ്യ. ഹൈ വോൾട്ടേജ് എസ് ആണെന്നറിയാം. വർഷത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റെയിൽവേ ഓവർ ഹെഡ് ലൈൻസാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ മാത്രമേ നമുക്ക് ഓവർ ഹെഡ് ലൈൻ കാണാൻ പറ്റൂ. പക്ഷേ റോഡിന് കുറുകെ ഒരൊറ്റ ഓവർ ഹെഡ് ലൈൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. In 500 meters, right turn onto Fachendorferstraße. In 400 meters, right turn onto Fachendorferstraße. അതൊക്കെ നല്ല അറിയാം. ഇങ്ങനൊരു കുഞ്ഞു വഴി കൂടെ ഞാൻ ആദ്യമായിട്ടാണ്. റൂട്ടാണ്
onto Fahrendorfer Straße. സമയം എത്ര മണിക്ക് ഇന്ന്? അപ്പോൾ ഇവിടെയാണ് ഞങ്ങളിന്ന് പ്ലാൻ ചെയ്യാൻ വിചാരിക്കുന്നത്, കുക്കിംഗ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നൂഡിൽസ്, മുട്ട പൊരിച്ച് അല്ലെങ്കിൽ മുട്ട ഫ്രൈ ചെയ്തത് അല്ലെങ്കിൽ ഒരു ബുൾസയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൺസെറ്റായിരിക്കുകയാണ്. സെൻറ്റ് എച്ചൈഡൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീ കുറച്ച് വെച്ചേക്കാം. ഓക്കെ. Science. Science. Cooking is science, right? Cooking is science. അപ്പൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തോളാം. I don't know. Is there nobody? ഇത് നോക്ക്, ഇപ്പുറത്തോ ഫ്ലെയിം പോയോ? സ്ലൊവേനിയയുടെ പാർട്ട് ബി ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക. താങ്ക് യു.